ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 11-10 മുതൽ 12 വരെ. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു, അവൻ നിന്റെ മുൻപിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ച് അടക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യഹോവയുടെ വഴി ഒരുക്കുവാൻ യഹോവയാൽ അയക്കപ്പെട്ട ദൂതനാണ് യോഹന്നാൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിലും മലാഖി 3-ാം അധ്യായത്തിലുമൊക്കെ മശിഹായ്ക്ക് മുൻപ് വഴി ഒരുക്കുന്ന ദൈവിക പദ്ധതിയെക്കുറിച്ച് നമുക്ക് കാണാം. യോഹന്നാനെ കുറിച്ച് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല. ഈ വാക്യം നമ്മൾ ഒന്ന് തനിയെ എടുത്താൽ യേശു പോലും യോഹന്നാനേക്കാൾ വലിയവനല്ലെന്ന് വേണമെങ്കിൽ തോന്നാം. ജഡപ്രകാരം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെ കുറിച്ചാണ് ഇങ്ങനെ ഒരു സൂചന. ഇപ്രകാരമുള്ള ചിന്താഗതി തടയുന്നതിനായി ഇത് ഇങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതിൽ ഉദ്ദേശിക്കുന്നത് തന്നെത്താൻ ഒഴിച്ച് ഏറ്റവും താണ നില സ്വീകരിച്ച യേശുവിനെയാണ്. അത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്ന ദൈവശാസ്ത്ര അവലോകനത്തിൽ കനോട്ടിക് തിയറി എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. അവൻ രാജാവ് അവരുടെ മധ്യേ ഉണ്ട്, ദൈവരാജ്യം ഇപ്രകാരം അവൻ്റെ ആളത്വത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അനേക കാര്യങ്ങൾ സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. ഈ യുഗത്തിലെ ഏറ്റവും ചെറിയ വിശുദ്ധൻ യോഹന്നാനേക്കാൾ വലിയവനാണെന്ന് വ്യാഖ്യാനിക്കാൻ ഈ വേദഭാഗമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇതിന് 2 തടസ്സം നമുക്ക് ഉന്നയിക്കാം. ഒന്ന്, ഈ യുഗം അന്ന് ആരംഭിച്ചിട്ടില്ല. രണ്ടാമത്, ഈ വ്യാഖ്യാനം യോഹന്നാനെ രാജ്യത്തിന് പുറത്താക്കി കളയും, എന്നാൽ അത് ഒരിക്കലും സാധ്യവുമല്ല. വീണ്ടും ജനിച്ച ഏതു മനുഷ്യനും ദൈവരാജ്യത്തിൽ സമന്മാരായി കാണപ്പെടും എന്നതാണ് അതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള യാഥാർത്ഥ്യം. യോഹന്നാൻ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവരാജ്യ പ്രഘോഷകനായിരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുമ്പോൾ ആ ദൈവരാജ്യം യേശുക്രിസ്തുവിലാണ് ലോകം ആദ്യമായി ദർശിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആരംഭം യേശുക്രിസ്തുവാണ്. അതിലേക്ക് കൈ ചൂണ്ടുന്ന ഒരു ചൂണ്ടുപലകയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, അവൻ മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവൻ്റെ ശബ്ദമാണ്. ശബ്ദം എന്ന് പറയുന്നത് വിസിബിലിറ്റി ഇല്ലാത്തതാണ്, എന്നാൽ അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാം. വിസിബിൾ ആകാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരെല്ലാം ഒരു പക്ഷെങ്കിൽ ഇൻവിസിബിൾ ആകാം, മറ്റുള്ളവരാൽ കാണപ്പെടാത്തവരായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് ഒരു കോൺട്രഡിക്ഷൻ നിലനിൽക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകർ തങ്ങളെ തന്നെ
മറ്റുള്ളവർ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ദൃശ്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ദൈവരാജ്യ നിലപാടുകൾക്ക് വിരുദ്ധവുമാണ്. യോഹന്നാന്റെ കാലം മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ബൈസോ എന്ന ഗ്രീക്ക് പദം അവിടെയുണ്ട്. അതിന് ഹേമിക്കുക, തിക്കി തിരക്കുക എന്നൊക്കെയാണ് അർത്ഥം. സുവിശേഷം അംഗീകരിക്കുന്നവർക്ക് ശക്തമായ എതിർപ്പുണ്ടാകും. ബലാത്കാരികൾ ശക്തി ഉപയോഗിച്ച് അത് കൈവശമാക്കുന്നു. ശക്തൻ എന്ന അർത്ഥത്തിലാണ് ഗ്രീക്ക് പദം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഹാർപ്പാസോ എന്ന ഗ്രീക്ക് പദത്തിന് പിടിച്ചെടുക്കുക എന്നാണ് അർത്ഥം. ഗ്രീക്ക് വേദപുസ്തകത്തിൽ ഈ ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് നിശ്ചയവും ശക്തിയുമൊക്കെ ആവശ്യമാണ്. ഈ ഒരു പ്രസ്താവന ശാസ്ത്രിമാരെയും പരീശന്മാരെയും ഒന്നും ഉദ്ദേശിച്ചുള്ളതല്ല. അവർക്ക് രാജ്യം ബലപ്രയോഗത്താൽ കൈവശമാക്കാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ നമ്മുടെ നിലപാടുകളിൽ, വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ദൈവരാജ്യത്തെ അവകാശമാക്കാൻ തിടുക്കം കാട്ടുന്നവരായും ശക്തിയുള്ളവരായും ഒക്കെ തീരണം എന്ന് ഈ ഒരു ഭാഗം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യത്തിൻ്റെ ശബ്ദമായിരുന്നു, അതിൻ്റെ മുന്നോടിയായിരുന്നു. അദ്ദേഹം ഇൻവിസിബിലിറ്റി ആയിരുന്നു എന്ന് പറയുമ്പോൾ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട് ഇന്ന് ജീവിക്കുന്ന നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ചാലകങ്ങളായും അതിൻ്റെ മാർഗദർശിനികളായും ജീവിക്കാൻ സാധിക്കുന്നത് തന്നെത്താൻ ഒഴിച്ച് ശൂന്യവൽക്കരിക്കപ്പെട്ട ഒരു ജീവിത മാതൃകയിലൂടെ മാത്രമേ സാധിക്കൂ. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിശബ്ദമായി, ഇൻവിസിബിളായി ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായി ജീവിപ്പാൻ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഉറക്കവും ഉണർവും അവിടുന്ന് ദാനമായി നൽകിയല്ലോ. പകൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവിടുത്തെ കരുതലും സാന്നിധ്യവും കൂടെ ഇരിക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരുണയുള്ള കർത്താവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.